ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇതോ അംഗം, ചെറുപാലും വിടാത്ത കുട്ടികളോട് തൊടുക്കാൻ കൂട്ടുനിന്നതോ അംഗം. മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ത്രൂ ഔട്ടായി കാണാൻ കഴിയുന്നതും ചിന്തിക്കാൻ കഴിയുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. ഒരു മെഗാസ്റ്റാർ ബ്രില്യൻസ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഏത് കാലത്തും മമ്മൂട്ടി വാഴും എന്നുള്ളത്. അത് നമുക്ക് പൂർണ്ണമായും ബോധ്യമാക്കി തന്നിട്ടുമുള്ളതാണ്. പലപ്പോഴായി പലവട്ടം മമ്മൂട്ടിക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മുകളിലേക്ക് എത്തുന്ന ഒരു നടനായി മാറുന്ന കാര്യം നമ്മളൊക്കെ കണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ അടുത്ത് കണ്ട മമ്മൂട്ടി ബ്രില്യൻസ് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടേതായി പുതിയതായി വരാൻ പോകുന്ന സിനിമ, ആ സിനിമയുടെ പോസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വിനായകൻ മമ്മൂട്ടി എന്ന് എഴുതിയിരിക്കുന്നു. അത് മമ്മൂട്ടിയുടെ ഒരു ബ്രില്യൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് ഏറെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഒരുപക്ഷെ മമ്മൂട്ടി എന്ന പേര് ആദ്യം എഴുതി വെച്ചിരുന്നു, പിന്നീട് വിനായകനായിരുന്നെങ്കിൽ നമ്മളൊന്നും വലിയ കാര്യമായി എടുക്കില്ല. പക്ഷേ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോഴും ഒപ്പം അദ്ദേഹം വേറൊരു കാര്യവും കൂടെ നൽകുന്നുണ്ട്. തൻ്റെ കൂടെ അഭിനയിക്കുന്ന അഭിനയ പ്രതിഭകളെ, തൻ്റെ കൂടെ ഉള്ളവരെല്ലാവരെയും സ്നേഹിക്കുകയും ഒപ്പം അവർക്ക് ഒരു മുൻഗണന നൽകുകയും ചെയ്യുന്ന ഒരു കാര്യം. അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന നായകൻ ആദ്യം വരട്ടെ, വില്ലൻ പിന്നെ അല്ലെങ്കിൽ പിന്നാലെ വരട്ടെ എന്നുള്ള കാര്യം തന്നെ. അതാണ് നമുക്ക് ആ കളങ്കാവൽ എന്ന സിനിമയിൽ കാണാൻ കഴിയുന്നത്. ആ സിനിമയുടെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ 60,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു സംഖ്യയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരുന്നു. ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് മമ്മൂട്ടി ബ്രില്യൻസിനെ കുറിച്ചാണ്. മമ്മൂട്ടി അത്ര വലിയ നടനോ അല്ലെങ്കിൽ മികച്ച നടനോ ഒന്നും ആയിരുന്നില്ല. തുടക്ക കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരനായ നടനായി തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അമച്വറായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിനയം കാണുമ്പോൾ ഇന്നെടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം ഒരു തുടക്കക്കാരൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അതെന്നും അദ്ദേഹം അത് നിലനിർത്തിയില്ല എന്നുള്ളതാണ്. പിന്നീട് ഓരോ സിനിമകൾ കഴിയുന്നതനുസരിച്ചിട്ടും അദ്ദേഹം മികച്ച് വന്നു. ഇന്ന് നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൂർണ്ണ ആക്ടർ ആയിട്ട് തന്നെ അദ്ദേഹത്തെ പറയാം. പക്ഷേ അവിടെയും അദ്ദേഹം നമ്മളെ തെറ്റിക്കുകയാണ്. വേറെ ഒന്നുമല്ല, താൻ പൂർണ്ണനല്ല എന്ന് കാണിക്കുകയാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ 2000 അല്ലെങ്കിൽ 1995 2000 കാലഘട്ടത്തിലൊക്കെ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിരുന്നു മമ്മൂട്ടി ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്നു. കാരണം ഏജ് ഇത്രയായില്ലേ, മോഹൻലാൽ കൂടി വന്ന ഒരു 10 വർഷം കൂടി ഉണ്ടാകും, മമ്മൂട്ടി 2000 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ എത്തില്ല എന്ന്. പക്ഷേ ഇന്ന് 2025 കഴിയുമ്പോഴും മമ്മൂട്ടി തന്നെ മുന്നിൽ നിൽക്കുന്നു, മോഹൻലാലും ഒക്കെ മുന്നിൽ തന്നെ നിന്ന് പോകുന്നു. വേറെ ആർക്കും ഇവരെ റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും അതീതമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ മേഖലയിൽ നിന്ന് മാത്രമല്ല, സിനിമാ മേഖലയോട് അനുബന്ധമായിട്ടുള്ള എല്ലാ മേഖലയിലും അദ്ദേഹം തികഞ്ഞ രീതിയിൽ ഉള്ള ഒരു പ്രൊഫഷണാലിസം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ബോഡി കാത്തു സൂക്ഷിക്കുന്നതിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ എടുത്തു നോക്കിയാൽ ഇതേപോലെ ഒരു നടനെ നമുക്ക് കാണാൻ കഴിയില്ല. സൽമാൻ ഖാനൊക്കെ ഭയങ്കര മസിലും വെച്ചൊക്കെ നമുക്ക് നടക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ടുള്ള ലെവലിലുള്ള മമ്മൂട്ടി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പും ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അത് ചുവട് പിടിച്ച് ഒരുപാട് പേർ മലയാളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാര്യം നമുക്ക് എടുത്ത് കാണാവുന്നതാണ്. എന്താണെങ്കിലും മമ്മൂട്ടി ഏത് കാലത്തും വാഴും എന്നുള്ളതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവറുകളും സിനിമ തിരഞ്ഞെടുക്കുന്ന വൈദഗ്ധ്യവും തന്നെയാണ്. നമ്മൾ സമീപകാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് മമ്മൂട്ടി സിനിമയും വ്യത്യാസം തന്നെയാണ്. മമ്മൂട്ടി സിനിമകൾ ഒരേപോലെയുള്ളതൊക്കെ ഒരുപാടുണ്ട്, ഇല്ല എന്നല്ല. തൻ്റെ തുടക്കകാലത്ത് അദ്ദേഹം ചെയ്ത ഹാർഡ് വർക്ക് നമുക്ക് ഒന്ന് ചിന്തിച്ചാലറിയാം. അതായത് ഇന്ന് 432ഓളം സിനിമകളാണ് മമ്മൂട്ടിയുടെ പേരിലുള്ളത്. പ്രേം നസീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നായകനായി അഭിനയിച്ചിരിക്കുന്ന നടനാണ് മമ്മൂട്ടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ തുടക്കകാലത്ത് നമ്മൾ പറഞ്ഞു ഒരു അമേച്ചർ ആയിട്ടുള്ള മമ്മൂട്ടിയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അവിടുന്ന് അദ്ദേഹം കയറുമ്പോൾ ആദ്യ 10 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം 200 മുകളിലുള്ള സിനിമകൾ എത്തിയിരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം വർക്ക് ചെയ്ത് തെളിഞ്ഞ ഒരു വ്യക്തി തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിക്ക് നമ്മൾ പല ഇതിനകത്തിലും വീഡിയോയിലും പറയുന്ന പോലെ ഡാൻസും പാട്ടിൻ്റെയൊക്കെ കാര്യം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊക്കെ അദ്ദേഹം കവർ ചെയ്ത് പോന്നിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ കോമഡി പറ്റില്ല എന്ന് പറഞ്ഞെടുത്തും ആക്ഷൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്തും ഒക്കെ അദ്ദേഹം അത് കവർ ചെയ്ത് തന്നെ പോകുന്നു. ഇവിടെ എന്താണ് ഒരു മെഗാസ്റ്റാർ ബ്രില്യൻസ് എന്ന് നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നു, അപ്ഡേറ്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല തൻ്റെ ഫോക്കസ് പുറത്തു പോകാതിരിക്കുന്നു എന്നുള്ളതും. പലപ്പോഴും ഒരു ജോലിയിൽ തന്നെ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് ഏത് മനുഷ്യനും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അയാൾ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യതിചലിച്ച്
പോകും എന്നുള്ളത്. പലപ്പോഴും നമുക്കൊരു താല്പര്യക്കുറവ്, കാരണം ഇനി എന്ത് ചെയ്യാനാണ് എന്നുള്ളത്. അവിടെയാണ് മമ്മൂട്ടിയുടെ വിജയവും നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ ഒന്നുമല്ല, തനിക്ക് ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കാര്യം മമ്മൂട്ടി നമ്മളെയും ബോധ്യപ്പെടുത്തി തരികയാണ്. കഴിഞ്ഞ ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് പലരും ചോദിച്ചിട്ടുണ്ട്, മമ്മൂട്ടിക്ക് ഇനി എന്ത് നോക്കാനാണ്, മമ്മൂട്ടി ചെയ്യാത്ത കഥാപാത്രമുണ്ടോ, എന്താണ് ഇനി ചെയ്യാനുള്ളത്, വെറുതെ ഇങ്ങനെ നിന്ന് പോവുക, അങ്ങനെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കോടികൾ കിട്ടും, അത്രയും അത് മതി എന്നുള്ളത്. പിന്നെ ഫിലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അതായത് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ തീരും എന്നുള്ളത്. പക്ഷേ അതും അദ്ദേഹം പൊളിച്ചു മാറ്റുകയാണ്. താൻ കാശിന് വേണ്ടി മാത്രമല്ല എന്നുള്ള ലെവലിൽ തനിക്ക് അഭിനയിക്കാനുണ്ട്, തന്നിൽ ഇനിയും അഭിനയിക്കാനുണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടി നമുക്ക് കാണിച്ചത്. അത് തന്നെയാണ് നൻപകൽ നേരത്ത് മയക്കവും പിന്നീട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ ഓരോ സിനിമകളും നമുക്ക് നൽകിയിരിക്കുന്ന ഒരു തെളിവുകളും. എന്തിന് ഈ പറഞ്ഞ പോലെ ടർബോ പോലെയുള്ള ചിത്രത്തിൽ പോലും അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. വെറുതെ വന്ന് നിന്ന് പോകുന്ന സൂപ്പർ താരങ്ങളുടെയോ അല്ലെങ്കിൽ വമ്പൻ താരങ്ങളുടെയോ പുതുതലമുറയുടെയോ പോലെ ഒന്നുമല്ല. അഭിനയം എന്ന കലയെ ശരിക്കും ഇന്നത്തെ കാലഘട്ടം പാടെ മറന്ന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നമുക്കറിയാം. ഇന്ന് അല്ലെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ നേരത്തെ ചെയ്തിരുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ഡെപ്തിലുള്ള കഥാപാത്രങ്ങളൊന്നും സമീപകാലത്തൊന്നും ഒരു സിനിമയിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന്, ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ എത്തിയപ്പോഴാണ് അതിന് അത്രത്തോളം എത്തി വലിയ ഒരു പേരിലേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ഈ ആടുജീവിതത്തിൻ്റെ 10 മടങ്ങ് മെച്ചപ്പെട്ട അല്ലെങ്കിൽ മികച്ച സിനിമകൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബോഡി കൊണ്ടല്ല, അല്ലെങ്കിൽ കഷ്ടപ്പാടിലൂടെയല്ല, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയും തൻ്റെ മാനറിസങ്ങളും. ഒരു നടൻ എന്ന് പറഞ്ഞാൽ നാട്യമാണ് വേണ്ടതെന്നുള്ളതാണ്. അല്ലാതെ അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എന്ന് പറയാൻ, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. അതായത് ഒരു നടൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര കഷ്ടപ്പാട് ജീവിച്ച് വരുന്ന ഒരാളാണെന്നറിയാൻ അയാൾ മെലിയുകയോ അല്ലെങ്കിൽ അയാൾ കഷ്ടപ്പാടുകളിലൂടെ പോവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് ശരിക്കും അഭിനയ കല എന്ന് പറയുന്നത്. അത് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ മമ്മൂട്ടിയും മോഹൻലാലിനെ നമുക്ക് ഒന്ന് വേർതിരിക്കാൻ പോലും കഴിയില്ല. രണ്ടുപേരും അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ്. പലപ്പോഴും ഫാൻസ് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവർ രണ്ടുപേരും ചെയ്തു വെച്ചിരിക്കുന്നത് ആ രീതിയിലുള്ളതാണ്. ഇന്ന് അതേപോലെയുള്ള സിനിമകളുടെ ചുവട് പിടിക്കുന്ന ഒരേ ഒരു വ്യക്തി മമ്മൂട്ടി തന്നെയാണ് എന്ന് പറയാം. അതായത് തന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാൽ, എന്തും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ ക്യാരക്ടറിന് അദ്ദേഹം ഒരു മാനറിസം ഉണ്ടാക്കുകയാണ്. ആ ഒരു മാനറിസം നമ്മളെ വ്യത്യസ്തനാക്കി കൊണ്ടുപോകുന്നു. അതായത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാനുള്ളത് മൃഗയ എന്നുള്ള സിനിമയാണ്. മൃഗയിലേക്ക് അദ്ദേഹം കയറുമ്പോൾ സാധാരണ മമ്മൂട്ടി ചെല്ലുന്നു, 2 ദിവസം ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ മമ്മൂട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു, അത് പലപ്പോഴും നമ്മൾ മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തവരുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തനിക്ക് ചെയ്യാനൊന്നുമില്ല എന്നോ അല്ലെങ്കിൽ അതിനൊരു പുതുമയൊന്നുമില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ആ കൂട്ടത്തിൽ നിന്നിരുന്ന ഒരാളെ കാണിക്കുകയും അതേപോലെ ആക്കണമെന്നുള്ളതും. അവിടെ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു നടനും വിരൂപനാകാൻ തയ്യാറല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, കാരണം നായകൻ സൗന്ദര്യത്തിൻ്റെ നിറകുടമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു മാറി ചിന്ത കൊണ്ടുവന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് ആലോചിക്കുക. അതായത് കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ തന്നെ വന്നു. പിന്നെ നമ്മൾ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും രൂപം മാറുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് വരെ വാങ്ങിക്കൂട്ടിയ തമിഴ് സിനിമകളുമൊക്കെ ഉണ്ട്. അതായത് രൂപം മാറിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് അത്രയും തോന്നിച്ചിട്ട്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം, എക്കാലത്തും മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ പിടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ മമ്മൂട്ടി വാഴുന്നതിൻ്റെയും കാര്യം തൻ്റെ സമകാലീനരോടും അതേപോലെ തന്നെ പുതുമുഖ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ യൂത്ത് നടന്മാരോടുമൊക്കെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ അവർ മമ്മൂട്ടിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നതിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൈന്യൂട്ട് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ തന്നെയാണ്. ഇന്ന് മമ്മൂട്ടി പോകുന്നത് സാധാരണ ആക്ടിങ്ങിൻ്റെ പുറകെയല്ല, അദ്ദേഹം ഒരു മെത്തേഡ് ആക്ടിങ്ങിൻ്റെ ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് അദ്ദേഹം പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ആക്ടിങ് എന്നുള്ള ലെവലിലേക്കാണ്. അതായത് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഒരു ക്യാരക്ടറിനെ അതിൻ്റെ ചെറിയ ചെറിയ ചലനങ്ങളിലേക്ക് അതിനകത്തിലൂടെ തന്നെ പ്രകടനമാക്കുന്ന ഒരു കാര്യം തന്നെ. പലപ്പോഴും ചില സിനിമകൾ മോഹൻലാൽ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അതിലൂടെ അഭിനയിക്കുന്നു. മമ്മൂട്ടിയും അത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്ന് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഭാഷാ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, വെറൈറ്റി പിടിക്കൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം. എന്താണെങ്കിലും ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും പറയാനുണ്ട്, വലിയ നീട്ടമുള്ള ഒരു വീഡിയോ ആയി പോകും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിൽ പറയാതെ ഇരുന്നിട്ടുമുണ്ട്. എന്താണേലും മികച്ച രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്ത് ഏത് കാലഘട്ടത്തിലും
താൻ മുന്നിൽ നിന്ന് പോകുന്നു, ഒപ്പം അഭിനയത്തിന് ഏറെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നു. താൻ ഒരു ബ്രാൻഡായിട്ടോ അല്ലെങ്കിൽ ഹെവി ആയിട്ട് നിർത്തിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കൊമേഴ്ഷ്യലായിട്ട് അതേപോലെ തന്നെ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള കാര്യങ്ങളിലേക്കും ചെല്ലുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരു സംവിധായകൻ്റെ കയ്യിലേക്ക് മമ്മൂട്ടിയെ ഒരിക്കൽ കൂടെ എത്തണം. നമുക്കറിയാം അടൂരിൻ്റെ സിനിമകളിൽ ഒരാൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതലൊന്നും നായകനാവാറില്ല. മമ്മൂട്ടി 2 വട്ടമായിട്ടുണ്ട്, 3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും കാലങ്ങൾ പോവുകയാണ്. ഇവരൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സ്വത്തുകൾ തന്നെയാണ്. അപ്പോൾ അടൂരും മമ്മൂട്ടിയും ഒക്കെ ചേരുന്ന ഒരു സിനിമ, എം ഡിയും മമ്മൂട്ടിയും ഒക്കെ ചേരുന്ന ഒരു സിനിമ വേണമെന്ന് നമ്മൾ കൊതിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ഇല്ല, എം ഡി വാസുദേവൻ നായർ. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു മോഹമാണ് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്ലാസിക് സിനിമ വരിക എന്നുള്ളത്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ട് ഇനിയൊരു 10 വർഷം എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും യൂത്തായി നിൽക്കുന്നതും മികച്ച നടന്മാരെയും കവർ ചെയ്തിട്ടുള്ള മമ്മൂട്ടി ബ്രില്യൻസ് എന്നുള്ളത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഏറെ വൈദഗ്ധ്യം, വ്യത്യസ്തത പുലർത്തുന്ന സിനിമകളിലൂടെ മമ്മൂട്ടി ചലിക്കുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. വേറൊന്നുമല്ല അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അഭിനയിക്കാനുള്ള ആഗ്രഹം എന്നുള്ളത്. എത്ര വർഷങ്ങൾ, 40-45 വർഷം ഒരേ മേഖലയിൽ തൊഴിൽ ചെയ്തിട്ടും മടുക്കാതെ താൻ അതിനു മുകളിൽ എന്തൊക്കെയോ എനിക്കിനിയും ചെയ്യാനുണ്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം, അത് തന്നെയാണ് മമ്മൂട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് മെഗാസ്റ്റാർ ബ്രില്യൻസും എന്ന് തന്നെ പറയാം. എന്താണേലും പൂർണ്ണമായും മെഗാസ്റ്റാർ എന്ന് വിളിക്കാൻ നമുക്ക് തോന്നുന്ന ഒരേ ഒരു വ്യക്തി അത് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെയാണ്. അപ്പോൾ ഏത് കാലത്തും മമ്മൂട്ടി വാഴുന്നതിൻ്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ കമൻസിലൂടെ, നിങ്ങൾക്ക് നല്ല ലെവലിൽ കമൻസുകളിലൂടെ പറയാം. നല്ല കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കൂടെ ഉണ്ടാവണം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട. ഗ്രേ മീഡിയാസ്.